ഇസ്രായേൽ ഗസയിൽ അതിശക്തമായ ആക്രമണം തുടരുകയാണ്. അതിനിടെ ഹമാസ് തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ട്. വടക്കൻ ഗസയിലാണ് ഹമാസ് തിരിച്ചടി നൽകിയത്. അപ്രതീക്ഷിത ആക്രമണത്തിൽ 5 ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത്. 10 സൈനികർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരിൽ 2 സൈനികരുടെ നില ഗുരുതരമാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിനിടെ ഒരു സൈനികനെ കാണാനില്ലെന്ന റിപ്പോർട്ടും വരുന്നുണ്ട്. ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സാണ് ആക്രമണം നടത്തിയത്. സൈനിക വാഹനത്തിൽ ഘടിപ്പിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇസ്രായേലിന്റെ ഒരു കവചിത വാഹനത്തിന് പുറമെ മറ്റൊരു സൈനിക വാഹനത്തെയും ഹമാസ് ആക്രമിച്ചു. ഇസ്രായേലിലെ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. വടക്കൻ ഗസയിലെ ബൈത്ത് ഹാനൂനിലാണ് സംഭവം. തിങ്കളാഴ്ച രാത്രി 10 മണിക്ക് ശേഷമാണ് ബോംബ് സ്ഫോടനം ഉണ്ടായതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. ജെറുസലേം സ്വദേശികളായ സ്റ്റാഫ് സർജൻ മേയർ ഷിമോൺ അമർ, സർജൻ മോഷെ നിസീം ഫ്രെച്ച് എന്നിവരാണ് മരിച്ച 2 സൈനികരെന്ന് IDF അറിയിച്ചു. കൊല്ലപ്പെട്ട മറ്റുള്ളവരുടെ പേരുകൾ പിന്നീട് പുറത്തുവിടുമെന്നും IDF പറഞ്ഞു. കഴിഞ്ഞ ദിവസം തെക്കൻ ഗസയിലും ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയതായി ഹമാസ് വ്യക്തമാക്കിയിരുന്നു. ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയെന്നും ഹമാസ് അവകാശപ്പെട്ടു. തെക്കൻ ഗസയിലെ ഖാൻ യൂനിസ് നഗരത്തിന്റെ മധ്യഭാഗത്തുള്ള അൽമഹട്ട മേഖലയിലാണ് ആക്രമണം നടത്തിയതെന്ന് ഹമാസിന്റെ സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡ്സ് പറഞ്ഞു. ഒരു സൈനിക വാഹക വിമാനത്തിന് പുറമെ 2 ഇസ്രായേൽ മെർക്കാവ ടാങ്കുകൾക്ക് നേരെയും സ്ഫോടക വസ്തു ആക്രമണം നടത്തിയതായി ഹമാസ് അവകാശപ്പെട്ടു. പിന്നാലെ ഗസയിൽ തങ്ങളുടെ 2 സൈനികർ കൊല്ലപ്പെടുകയും മറ്റ് 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. 2023 ഒക്ടോബർ 7 പലസ്തീനിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ച ശേഷം ആക്രമണങ്ങളിൽ 883 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും 6032 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യം 57,200-ലധികം പലസ്തീനിയെ കൊല്ലുകയും ചെയ്തു. ഇവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. കഴിഞ്ഞ ദിവസം മധ്യ ഗസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 5 കുട്ടികൾ ഉൾപ്പെടെ 8 പലസ്തീനിയർ കൊല്ലപ്പെടുകയും 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗസ നഗരത്തിലെ അൽ റിമാൽ പരിസരത്തുള്ള അൽ സുൽത്താൻ ജലശുദ്ധീകരണ പ്ലാന്റ് ലക്ഷ്യമിട്ടും ഇസ്രായേൽ മറ്റൊരു ആക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മധ്യ ഗസയിലെ അൽ സവൈദ പട്ടണത്തിലെ ഒരു കഫേയിലും ഇസ്രായേൽ ആക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ 6 പേരാണ് മരിച്ചത്. ഗസ നഗരത്തിലെ സെയ്തൂൺ പരിസരത്ത് ഷെൽട്ടറായി മാറിയ ഒരു സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗസ സിറ്റിയിലും വടക്കൻ ഗസയിലെ ജബാലിയ അൽ ബലാദിലും ഇസ്രായേൽ നടത്തിയ വിവിധ ആക്രമണങ്ങളിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 8 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഗസ നഗരത്തിലെ ഷെയ്ഖ് റിദ്വാൻ പരിസരത്ത് പലസ്തീനികൾ അഭയം പ്രാപിച്ച മറ്റൊരു സ്കൂളിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. 2 കുട്ടികൾ ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗസ നഗരത്തിൽ തന്നെയുള്ള ഷെജയ്യ പരിസരത്തുള്ള ഒരു പള്ളിക്ക് സമീപം ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. മധ്യ ഗസയിലെ അൽ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് നേരെ ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തി. 2 സഹോദരങ്ങൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇങ്ങനെ തുടർച്ചയായി ഗസയിൽ ഇസ്രായേൽ വംശഹത്യ തുടരുകയാണ്.